കോന്നി മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. ഐസിയുവിന് സമീപത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്രീരാജ് ബാബു ചേരുന്ന വിവരങ്ങളുമായി. ശ്രീരാജ്, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണോ? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? അനന്ത്, നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം അവിടെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ജനറേറ്റർ റൂമിനാണ് തീ പിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രോഗികളെല്ലാം തന്നെ വളരെ വേഗം തന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചത് വലിയ അപകടം ഒഴിവാക്കി. എന്തായാലും അല്പസമയം മുൻപായിരുന്നു ഇത്തരത്തിൽ കോന്നി മെഡിക്കൽ കോളേജിന്റെ ഐസിയുവിന് സമീപത്തുള്ള ജനറേറ്റർ റൂമിന് തീ പിടിച്ചത്. രോഗികളിൽ ചിലർ തന്നെയാണ് ഇത്തരത്തിൽ ആദ്യം തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമുള്ളത്. എന്തായാലും നിരവധി രോഗികൾ ഈ സമയത്ത് ഐസിയുവിനോട് ചേർന്നും അതുപോലെ തന്നെ ആശുപത്രിയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഇവരെല്ലാം പൂർണ്ണമായും സുരക്ഷാ മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ നിന്നും പുറത്ത് എത്തിക്കുകയും സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ആനന്ദ്, ശരി, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.